ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ എന്ന് വെച്ചാൽ വെഡ്ഡിങ് ഡേ ആട്ടോ ഞങ്ങളുടെ. അപ്പം അന്നെടുക്കുന്ന വീഡിയോ ആണ് നമ്മൾ, പക്ഷേ ഒരു ദിവസം പിന്നിട്ടായിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. കാരണം അന്നെടുക്കുന്ന വീഡിയോ അന്ന് തന്നെ പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഇതാ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ നോക്കുകയായിരുന്നു ഒരേപോലെയൊക്കെയാണോ നമ്മൾ രണ്ടുപേരും ഇരിക്കുന്നതെന്ന്. അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയതെന്ന് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇതാ കുഞ്ഞിന് ഞാൻ ഒന്ന് രണ്ട് ഗിഫ്റ്റുകൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, അതൊന്ന് പാക്ക് ചെയ്യണം. അപ്പം കുറേ ഈ ബോക്സുകളൊക്കെ ഞാൻ കിട്ടുന്ന എല്ലാം എടുത്ത് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും കേട്ടോ. അതെൻ്റെ ഒരു ശീലമാണ്, ഒന്നും അങ്ങനെ കളയാറില്ല. എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് വർക്കോ അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ എടുക്കാമെന്നും പറഞ്ഞ് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നതാണ്. ഞാൻ ഇതിന് മുന്നേ ബോട്ടിൽ വർക്കൊക്കെ ചെയ്യും. അന്നേരത്തേക്ക് ആരെങ്കിലും ഓർഡറൊക്കെ തരുവാണെങ്കിൽ നമ്മളതനുസരിച്ച് ചെയ്തിട്ട് ഇതൊരു പാക്ക് ചെയ്ത് കൊടുക്കണമല്ലോ, അതുകൊണ്ട് ബോക്സുകളൊന്നും കളയാറില്ല. അങ്ങനെ എന്തായാലും തപ്പി കണ്ടുപിടിച്ച് ഒരു ബോക്സ് എടുത്തു. പിന്നെ ഇതാ കുഞ്ഞിന് ഞാനൊരു ഷർട്ടും പിന്നെ ഒരു വാച്ചും പിന്നെ ഇതാ ഒരു ഡയറി മിൽക്കും പിന്നെ കിക്കേറ്റിൻ്റെ ചെറുത് അതാണ് മേടിച്ചത്. വലുത് മേടിച്ചില്ല, വലുതായിരുന്നു ഞാൻ പോയി എടുത്തത്. പക്ഷെ കേക്ക് മേടിച്ചത് കൊണ്ട് ഞാൻ വിചാരിച്ചു ചോക്ലേറ്റൊക്കെ ചെറുത് മതി, ഇല്ലെങ്കിൽ വെച്ചിരുന്ന് തിന്നും. അവസാനം എല്ലാം മധുരം കൂടെ ആകുമ്പോഴത്തേക്ക് ഷുഗർ കൂട്ടണ്ട എന്ന് വിചാരിച്ച് ചെറുതായിട്ടാണ് മേടിച്ചത്. അങ്ങനെ ആദ്യം വെച്ച് നോക്കിയപ്പോൾ ഇത് താന്നിരിക്കുകയാണ്. അന്നേരം എന്തെങ്കിലും വെച്ചൊന്ന് പൊക്കി കൊടുക്കുമ്പോൾ വെച്ച് നേരെ ലെവലിനിരിക്കുമല്ലോ, അതുകൊണ്ട് പിന്നെ അടിയിൽ മറ്റേ സംഭവം എന്തുവായിരുന്നു അതിൻ്റെ പേര്, എന്തായാലും അത് വെച്ച് ഞാൻ സെറ്റാക്കി എല്ലാം എടുത്തു. അതൊന്ന് അടച്ചൊന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇരുന്ന ഒരു ബോക്സ് ആട്ടോ, ഇത് കുറച്ച് നാളായിരിക്കുന്നു. അപ്പം ഇതിന് മുന്നേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ബോക്സ് ഉണ്ടാക്കിയതായിരുന്നു. അത് ഇതിനെക്കാട്ടി വലിയ ബോക്സാണ്, ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഈ വർഷം ഒരുപാട് ഐറ്റംസ് ഒന്നും എനിക്ക് വാങ്ങിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് ഒന്നത്തെ കാര്യം എനിക്ക് പുറത്ത് പോകാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഞാൻ ശാലുവിനെയും കൊണ്ടൊക്കെയാണ് ഷർട്ടൊക്കെ മേടിപ്പിച്ചത് തന്നെ. പിന്നെ വാച്ച് ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. ഇത് ഓൾറെഡി നമ്മൾ പൊട്ടിച്ച് എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു, കാരണം ഓപ്പൺ ഡെലിവറി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതൊട്ട് ഇലക്ട്രോണിക് ഐറ്റംസൊക്കെ വാങ്ങിച്ചാൽ അവർ ഓപ്പൺ ഡെലിവറി ആയിട്ടോ പറയുന്നത്. അങ്ങനെ അതുകൊണ്ട് നമ്മളത് പൊട്ടിച്ചെല്ലാം നോക്കി ഒക്കെയാണ് വാങ്ങിച്ചത്. കാരണം ഡാമേജ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അവരുടെ മുന്നിൽ വെച്ച് തന്നെ നമ്മൾ പൊട്ടിച്ച് നോക്കണം, ഇല്ലെങ്കിൽ പിന്നെ റിട്ടേൺ എടുക്കത്തില്ല. അതുകൊണ്ട് അത് നോക്കിയെല്ലാം ഞാൻ സെറ്റാക്കി പിന്നെ വെച്ചേക്കായിരുന്നു. കുഞ്ഞിനെ കാണിച്ചില്ല എന്ന് മാത്രം. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ എങ്ങനെയൊക്കെയോ ഇരുന്നു അത് പാക്ക് ചെയ്തെടുത്തു. ഇത് ഫാൻ ഇട്ടേക്കുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അതങ്ങോട്ട് പാക്ക് ചെയ്യാൻ പറ്റുന്നേ ഇല്ല. അതിൻ്റെ കൂട്ടത്തിൽ അവൾ നല്ല സ്പീഡിലായിരുന്നു കേട്ടോ ഫാൻ ഇട്ടിരുന്നത്, അതുകൊണ്ട് ഇങ്ങനെ പറന്ന് പോകുമായിരുന്നു. ഞാനാണെങ്കിൽ അവളിങ്ങനെ ചീത്തയും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, നീ ഫാൻ ഓഫ് ചെയ്യും. പക്ഷേ ഫാൻ ഓഫ് ചെയ്ത് കുറേ നേരം ഇരിക്കാനും പറ്റത്തില്ല, അത്രയ്ക്ക് ചൂടാണ്. അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്തെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞൻ വന്നു കേട്ടോ. കുഞ്ഞിനൊന്ന് നേരത്തെ വന്നായിരുന്നു, ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ വരണേ എന്നൊക്കെയുള്ള രീതിയിൽ, അതുകൊണ്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഐറ്റം ഇത് നമ്മളൊരു ഫാമിലി മെമ്പർ അയച്ചു തന്നിരുന്ന കേട്ടോ. ഹോം മെയ്ഡായിട്ട് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്, അതിൻ്റെ കുറച്ച് എനിക്ക് സാമ്പിൾ അയച്ചു തന്നെയാണ്. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞത്, അത് യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാമെന്ന്. അപ്പോൾ ഇതൊരു കാജലാണ്. ഇത് നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് കേട്ടോ ഈ ഒരു കാജൽ. അപ്പോൾ ഞാനിത് ശരിക്കും പറഞ്ഞാൽ കണ്ണ് എഴുതിപ്പോയി, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ എഴുതി കാണിച്ചാണ്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സംഭവം, അതുകൊണ്ട് ഞാൻ കയ്യിൽ വരച്ച് കാണിച്ചു. നല്ല ഡാർക്ക് ഷെയ്ഡ് ആട്ടോ, നമ്മൾ കണ്ണിലൊക്കെ എഴുതുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ഒരു സംഭവം. പിന്നെ ഇത് 3 സോപ്പാണ്. ഇത് ഒന്ന് അശോകപ്പൂ ഉണ്ടല്ലോ, അശോകപ്പൂ വെച്ചിട്ടുള്ള ഒരു സോപ്പാണ്. നല്ലൊരു മണമാട്ടോ ഈ ഒരു സോപ്പിന്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ്, ഇത് നല്ലൊരു മണമാട്ടോ. ഇതിനകത്ത് ഈ 2 എണ്ണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒന്ന് പപ്പായയുടെ സോപ്പ് ആയിരുന്നു കേട്ടോ. ഈ ഒരു 3 സോപ്പാണ് എനിക്ക് അയച്ചു തന്നത്. പക്ഷേ എനിക്ക് ഈ 2 എണ്ണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കര നല്ലൊരു മണമൊക്കെ ആയിരുന്നു. പിന്നെ ഈ ഒരു ഐറ്റം മാമ്പഴത്തര ആട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാനിത് കഴിച്ച് നോക്കുന്നത്, എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഇതിന് മുന്നേയൊക്കെ ഞാൻ ഈ മാമ്പഴത്തരയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇത് എന്തായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ്, നല്ല പഴുത്ത മാങ്ങ വെച്ച് ചെയ്യുന്നതാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കുട്ടി. അപ്പോൾ ഇതായിട്ട് സംഭവം നല്ല ഹലുവ കഷ്ണം പോലെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് തോന്നിയത് അത്യാവശ്യം പുളിപ്പുണ്ട്, എന്നാൽ അത്യാവശ്യം മധുരമുണ്ട്, രണ്ടും കൂടെ ചെടി കലർന്ന ഒരു സംഭവമായിട്ടോ. സംഭവം എനിക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു, കാരണം പുളിപ്പും മധുരം ഒരേപോലെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറേയൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ ഇത് ഓടവാഴയ്ക്ക കേട്ടോ. അപ്പോൾ ഇതും ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിച്ച് നോക്കുന്നത്, കാരണം ഇതിന് മുന്നേ ഞാൻ ഈ സംഭവം കഴിച്ചിട്ടില്ല. ഇത് രണ്ടും എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ എനിക്ക് ഭയങ്കര ആകാംക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പിന്നെ കുറച്ച് ഇങ്ങനെ വൈകി പോയത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല മധുരമുണ്ട്, ഒരു ഏലക്കയുടെ ഫ്ലേവർ, ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുന്നുണ്ട്, എനിക്കതൊരു പുതുമയായിട്ട് തന്നെ കേട്ടോ തോന്നിയത്. പിന്നെ ഇവരുടെ കയ്യിൽ ഈ ഒരു ഐറ്റംസ് മാത്രമല്ല, അച്ചാറുകൾ തന്നെ ഒരുപാടുണ്ട്. മീനച്ചാറും ബീഫ് അച്ചാർ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് അച്ചാറുകൾ, പിന്നെ ഷാമ്പൂ ഉണ്ട്, ഫേസ് വാഷ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തേക്കാം.
നിങ്ങളവരെ കോൺടാക്റ്റ് ചെയ്യുവാണെങ്കിൽ അവർ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഹോം മെയ്ഡ് ആയതുകൊണ്ട് ഒരുപാട് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. പിന്നെ ആദ്യം കുറച്ച് വാങ്ങിച്ച് നോക്കുക, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂടുതലായിട്ട് പിന്നീടായാലും വാങ്ങിക്കാമല്ലോ. അപ്പം പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് ബ്രോസ്റ്റഡ് ഉണ്ടാക്കാമെന്നായിട്ട് ഇന്നൊരു പ്ലാൻ ചെയ്ത്. ഇന്ന് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് വേണമല്ലോ, അതുകൊണ്ട് വേറെ പുറത്തുനിന്നൊന്നും കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട, അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഇന്നലെ തന്നെ നമ്മൾ ചിക്കനൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബ്രോസ്റ്റഡിന് വേണ്ടുന്ന സംഭവങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കായിരുന്നു കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല, കാരണം ഇതിന് മുന്നേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എപ്പോഴും അത് കാണിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ ഒന്നും എടുത്തിട്ടില്ല. അപ്പം ഇത് എനിക്ക് ഒരുപാട് നേരം നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ പിന്നെ ആൾക്കാരുള്ളതുകൊണ്ട് അവരൊക്കെ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യത്തേത് ഞാൻ ഇട്ട് കാണിച്ചു തന്നിട്ട് ശാലിനോടും മമ്മിയോടും പറഞ്ഞു ഇതേപോലെയൊക്കെ ഇട്ടാൽ മതി എന്നും പറഞ്ഞിട്ട് ആദ്യത്തെ ട്രിപ്പ് ഇട്ട് കാണിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ സംഭവം ഇത് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അന്ന് നമുക്ക് കുറച്ച് പീസ് എടുത്ത് വെച്ച് നമ്മൾ ചെയ്ത് നോക്കിയിട്ടുള്ളായിരുന്നു, പക്ഷെ നന്നായിട്ട് വരെയൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയൊക്കെ വന്നു കേട്ടോ. അമ്മയും അമ്മാമ്മച്ചിയും കൂടെ വന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമ്മാമ്മച്ചിയൊന്നും വരുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ആൾ ഒത്തിരി ദിവസം കൊണ്ടേ പറയുന്നുണ്ടായിരുന്നു മോനെ കാണണമെന്ന്. അന്ന് ഞാനൊരു വട്ടം പോയപ്പോഴേ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഇങ്ങോട്ട് വരണമെങ്കിൽ പാടായിട്ടോ, ആൾക്ക് തന്നെയൊന്നും വരാനൊക്കെ ബുദ്ധിമുട്ടാണ്, ബസ്സിലൊക്കെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിട്ട്, ഓട്ടോയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മെയിനായിട്ടും വരത്തുള്ളായിരുന്നു. അങ്ങനെ ഇന്ന് അമ്മയും അമ്മച്ചപ്പയും കൂടെ ഇങ്ങ് പോകുന്നു. പിന്നെ അവിടെ ഇരുത്തിയിട്ട് വന്നാൽ താമസിച്ചായിരിക്കുമല്ലോ ചെല്ലുന്നത്, അപ്പോഴത്തേക്ക് പിന്നെ പാടായതുകൊണ്ട് പിന്നെ അമ്മാമ്മച്ചിയും കൂട്ടിയിട്ടാട്ടോ വന്നത്. അങ്ങനെ പിന്നെ വന്ന ഉടനെ മോനെ കാണാൻ വേണ്ടി പോയൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ പരാതികളൊക്കെ ആട്ടോ, എനിക്ക് നടക്കാനൊന്നും വയ്യാത്തതുകൊണ്ടാണ് വരാത്തതെന്നൊക്കെയുള്ള പരാതി പറച്ചിലൊക്കെയാണ്. കാലുവേദനയാണ് എന്നൊക്കെ. ആൾക്ക് ഭയങ്കര ശരിക്കും പറഞ്ഞാൽ ശാരീരിക ബുദ്ധിമുട്ടുള്ള ഒരുപാടുണ്ട്, പ്രായത്തിൻ്റെ ഉണ്ട്, പിന്നെ ഹാർട്ടിനൊക്കെ പ്രശ്നമുള്ള കേട്ടോ. ഇതിനു മുമ്പ് പലരും ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് നിൽക്കുന്നൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു, അമ്മാമ്മച്ചിക്ക് വയ്യാണ്ടൊക്കെ ആയി. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും വയ്യായി എന്ന് പറഞ്ഞാൽ ആൾക്ക് ഭയങ്കര ടെൻഷനായിട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് വയ്യാണ്ടൊക്കെ ആയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആൾ ഭയങ്കര ടെൻഷനൊക്കെ ആയി, BP ഒക്കെ കൂടി, അങ്ങനെ ഹോസ്പിറ്റലൊക്കെ ആയി. എന്നിട്ട് ഒരാൾ കൂടെ എപ്പോഴും വേണമല്ലോ, അതിൻ്റെ കൂടെ മമ്മിക്കൊക്കെ വയ്യാണ്ടായി. അപ്പം വീട്ടിൽ നിന്ന് അപ്പം അമ്മയായാലും ഇവർ മൂന്നല്ലേ ഉള്ളൂ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനൊക്കെ ആൾക്കാർ വേണ്ടമല്ലോ, അതുകൊണ്ടാണ് പിന്നെ വരാതെയൊക്കെ ഇരുന്നത്. അപ്പോൾ ഇതായിരുന്നു സംഭവം. അങ്ങനെ ഇന്ന് വന്നപ്പോൾ ഭയങ്കര സന്തോഷമാണ് ആളേട്ടോ. ഞാൻ പിന്നെ ഓരോന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുമായിരുന്നു. എനിക്ക് കാണുമ്പോൾ ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അതൊക്കെ ഒരു രസമാണ്. എനിക്ക് ഈ പ്രായം ചെന്ന് നമ്മുടെ അമ്മച്ചമ്മയൊക്കെ കാണുമ്പോഴേ എനിക്കാണെങ്കിൽ കൊച്ചു പിള്ളേരെ നമ്മൾ കളിപ്പിക്കുന്ന ആ ഒരു രീതിയിലാട്ടോ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ചെന്ന് മടിയിലൊക്കെ ഇരിക്കുന്ന രീതിയിലൊക്കെ ഇങ്ങനെ കാണിക്കുമായിരുന്നു. അപ്പോൾ എന്നെ തള്ളി കളഞ്ഞിട്ട് അറിയാമായിരുന്നു നിന്നെ എനിക്ക് മടിയിലൊന്നും ഇരുത്താൻ പോയി, എൻ്റെ കാല് വയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരെ ഇരുന്നിട്ട് പിന്നീട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വന്നു. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്യുമായിരുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ആദ്യമായിട്ടാട്ടോ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുന്നത്. ഈ ഫസ്റ്റ് വെഡ്ഡിങ് ഡേക്ക് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേക്ക് കട്ട് ചെയ്ത് നല്ല രസമാക്കണമെന്ന്. പക്ഷേ അന്നങ്ങ് തേഞ്ഞ് ഒട്ടിപ്പോയി. അന്ന് കേക്കും കാര്യങ്ങളൊന്നും വാങ്ങിച്ചില്ല, ഫുഡ് എന്തോ വാങ്ങിച്ച് പിന്നെ അപ്പുറത്തേക്ക് കൊടുത്ത് അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇന്ന് ഈ വർഷം ആയപ്പോഴത്തേക്ക് അമ്മയും അവിടുന്ന് എല്ലാവരും വന്നതുകൊണ്ട് ഞങ്ങൾ മാത്രമല്ലല്ലോ, അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി. പിന്നെ എൻ്റെ ഇടയ്ക്ക് വെച്ചുള്ള വർഷങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ, കുഞ്ഞിന് ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളങ്ങനെ ആഘോഷവും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. പിന്നെ കഴിഞ്ഞ വെഡ്ഡിങ് ഡേക്ക് ഞങ്ങൾ കേക്കൊന്നും വാങ്ങിച്ചില്ല, നമ്മൾ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചു. അന്ന് ശാലു ഇവിടെ ഉള്ള സമയത്തായിരുന്നു കേട്ടോ, ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്തു. ഫുഡൊക്കെ എല്ലാവരും കഴിച്ചു. നല്ല കേക്കായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാണാൻ വലിയ ലുക്കില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കേക്ക് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടൊന്നും ഇല്ലായിരുന്നു. കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അവിടെ കുറച്ച് ഐറ്റംസ് ഇരിപ്പുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ ഈ ഒരെണ്ണം അങ്ങ് വാങ്ങിച്ചതേ ഉള്ളൂ. അങ്ങനെ ഞാൻ കുഞ്ഞിനെ ഗിഫ്റ്റ് കൊടുക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞിനൊക്കെയാണ് ഇതെന്താണ് ഇത്രയും വലിയ പൊതിയെന്നൊക്കെ ചോദിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ആളെല്ലാം പാക്ക് തുറന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇതൊക്കെ കൊടുക്കുന്ന ആൾ പ്രതീക്ഷിച്ചൊന്നും കാണത്തില്ല. അങ്ങനെ ഒരു ഷർട്ട് ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഷർട്ട് ഇഷ്ടപ്പെട്ടില്ലേന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കുഞ്ഞിന് ഇങ്ങനത്തെ ഒരു ചെക്കിൻ്റെ ഉണ്ടെങ്കിലും ഇങ്ങനത്തെ ടൈപ്പ് ഇല്ല. പിന്നെ രണ്ട് 3 ചോക്ലേറ്റ് ഇതൊക്കെ നിങ്ങൾ പാക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം കുഞ്ഞൻ പറയുമായിരുന്നു ശാലിനോട് ഇത് നിനക്ക് ഞാൻ തരത്തില്ല, ഇത് എനിക്ക് മാത്രമാണെന്ന്. ആൾക്ക് പക്ഷേ എന്തായാലും എല്ലാം ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. വാച്ച് ഓൾറെഡി പൊട്ടി പോയിട്ടുണ്ടായിരുന്നു. അന്നേരേ ഞാൻ മനസ്സിൽ വിചാരിച്ചായിരുന്നു ഒരെണ്ണം വാങ്ങിക്കണം. അപ്പോഴത്തേക്ക് പിന്നെ വെഡ്ഡിങ് ഡേ ആയതുകൊണ്ട് പിന്നെ വാച്ചങ്ങ് വാങ്ങിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ എനിക്കുള്ള ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ എനിക്ക് കൂടുതലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളിങ്ങനെ ശാലിനെയും കൊണ്ട് പാക്ക് ചെയ്ത് വെച്ചിരുന്ന കേട്ടോ. പക്ഷെ ഞാൻ അറിഞ്ഞൊന്നും ഇല്ല. അങ്ങനെ 2 ജോഡി ഡ്രസ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു ബാഗായിരുന്നു കേട്ടോ.
എനിക്ക് ബാഗ് ഒരെണ്ണം മേടിക്കണമെന്ന് ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എന്തായാലും ഒരു ബാഗ് കിട്ടി. അപ്പോൾ ഇത് എനിക്ക് എന്താ എൻ്റെ നേരത്തെ ഇരുന്ന ബാഗൊക്കെ പോയിരിക്കുമായിരുന്നു കേട്ടോ. അപ്പം കൊള്ളാം, നല്ല രസമുണ്ട്. തിരിച്ചും നമുക്ക് രണ്ട് രീതിയിൽ ഇടാൻ പറ്റും. വൺ സൈഡ് ഇടാൻ പറ്റും, രണ്ട് സൈഡിലായിട്ട് ഇടാൻ പറ്റും. പിന്നെ ഇതൊരു ടോപ്പായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ജീൻസിൻ്റെ കൂടെ ഇടാൻ പറ്റും, നല്ല രസമുണ്ട്. പക്ഷേ സ്ലീവില്ലോ, ഞാൻ പിന്നീടാണ് കണ്ടത് സ്ലീവ് ഇല്ലാത്തത്. അപ്പോൾ കുഞ്ഞൻ പറയായിരുന്നു നിനക്ക് സ്ലീവിലില്ലെങ്കിൽ എന്താ, നിനക്ക് അതൊക്കെ ഇഷ്ടമാണല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ. അങ്ങനെ പിന്നെ ഇത് ഒരു ഓവർ കോട്ട് വരുന്നൊരു ടോപ്പായിരുന്നു കേട്ടോ. ഇതിൻ്റെ മേളിൽ കോട്ടും പിന്നെ ഇത് എനിക്ക് നല്ല ലെങ്തിൽ കിടപ്പുണ്ട്. പിന്നെ ഇത് അമ്മയുടെ വകയാണ് കേട്ടോ, അമ്മയുടെ വക ഗിഫ്റ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഷർട്ടും പിന്നെ എനിക്കൊരു ക്രോപ്പ് ടോപ്പും ആയിരുന്നു. അപ്പോൾ അമ്മ പറയായിരുന്നു ഇന്ന് എൻ്റെ കുഞ്ഞ് ഗിഫ്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഷർട്ട് പിന്നെ ഒരു ക്രോപ്പ് ടോപ്പും ആയിരുന്നു കേട്ടോ. അത് എൻ്റെ ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏത് ഡ്രസ്സാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇത് നമ്മുടെ ഒരു ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞമ്മ എല്ലാവരും കൂടെ നിൽക്കുകയെന്നും പറഞ്ഞിട്ട് അങ്ങനെ മമ്മിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുമായിരുന്നു. അപ്പോൾ ഒരുപാട് ഇരട്ടി അങ്ങ് ചെല്ലുമ്പോൾ ലേറ്റ് ആവത്തില്ലേ. അപ്പോഴെന്നെ ഒരുപാട് സമയം ഞാൻ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഒരു പാത്രത്തിലൊക്കെ വെച്ച് ഞാൻ കൊടുത്തു വിട്ടു. കഴിക്കാൻ വേണ്ടി ഒന്നും നിന്നില്ല. ആൾക്ക് കേക്കും ഐസ്ക്രീം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടെ ഞാൻ കുറച്ച് ആക്കി കൊടുത്തിട്ട് അമ്മച്ചമ്മ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവരൊക്കെ പോയി. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് എൻ്റെ നഖം ഇളകിയിട്ടുണ്ട് ഗൈസ്. നേരത്തെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളായിരുന്നു എന്താണ് സംഭവിച്ചത്. എൻ്റെ നഖം അവിടെ ചതഞ്ഞിരിക്കുമായിരുന്നു. പിന്നെ അതിൻ്റെ പകുതി ഇങ്ങനെ ഇളകി ലാസ്റ്റത്തെ ഭാഗമായപ്പോൾ ഇളകി ഒരുപാട് ആയിട്ടുണ്ടായിരുന്നു. നല്ലൊരു വേദന ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അമ്മ എനിക്ക് കൊണ്ടുതന്ന പാത്രമാണ്, പുതിയ പാത്രം കിട്ടിയ കരെ. അങ്ങനെ അത് കിട്ടി. അതൊക്കെ ഞാൻ വെച്ചിട്ട് പിന്നെ കുറച്ച് പൊരിപ്പ് സാധനങ്ങളൊക്കെ അമ്മ ഇട്ട് കൊണ്ടുവന്നതായിട്ടോ. എന്നിട്ട് നമ്മൾ ബ്രോസ്റ്റഡൊക്കെ എല്ലാം സെറ്റാക്കി ഞാനൊരു ഇതാക്കിയിട്ട് ഞാനങ്ങ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയാണ് ബാക്കി ചെയ്തത്. കാരണം എനിക്ക് നിൽക്കാൻ വയ്യ, നല്ല ബാക്ക് പെയിനും കാര്യങ്ങളും ആയിട്ടുണ്ടായിരുന്നു. കാലിന് ഭയങ്കര വേദനയായി ഇന്നലെ. എനിക്കറിയാൻ വയ്യ, കാലിന് നല്ല രീതിയിൽ വേദനയായി, ഉപ്പുറ്റിക്കും ഒക്കെ ആയിട്ട് ആകെ ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇന്നലെ. ഇല്ല ഇടിച്ച് പിഴിഞ്ഞതുപോലെ ആയിരുന്നു ശരീരം, അടി കിട്ടിയതുപോലെ അത്രയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 4 പേരും കൂടെയൊക്കെ ഫുഡെല്ലാം കഴിച്ചു. പിന്നെ ഇതിന് മുന്നേ ശാലിനോട് പറഞ്ഞായിരുന്നു അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിനക്ക് ഞാൻ ബ്രോസ്റ്റഡ് ഉണ്ടാക്കി തരാമെന്ന്. പക്ഷേ ഉറപ്പൊന്നും ഇല്ലായിരുന്നു, കാരണം എനിക്ക് വയ്യായികയാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോകുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാമെന്നും പറഞ്ഞിരിക്കുകയാണ്. അന്നേരമൊക്കെയല്ലേ എനിക്ക് വയ്യാണ്ടൊക്കെ ആയത്. അതുകൊണ്ട് പിന്നെ ഉണ്ടാക്കി കൊടുക്കാനൊന്നും പോകാനും പറ്റിയതൊന്നും ഇല്ലല്ലോ. പിന്നെ എല്ലാവരും കൂടെ വരുന്നതുകൊണ്ട് ഞാൻ പക്ഷേ ഉണ്ടാക്കാം. അപ്പം ആളുണ്ടല്ലോ, അപ്പോൾ എനിക്ക് ഒരുപാട് നേരം നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അമ്മയും മമ്മിയും എല്ലാവരും ഉള്ളതുകൊണ്ട് പിന്നെ അവരും കൂടെ ഹെൽപ്പ് ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ അമ്മയൊക്കെ വന്നപ്പോഴത്തേക്ക് അമ്മയുടെ കൊടുത്തിട്ട് ഞാനങ്ങ് മാറി. പിന്നെ ബാക്കിയുള്ളതൊക്കെ അമ്മയായിട്ട് ഉണ്ടാക്കിയത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി മെമ്പറായ 2 പേര് ബർത്ത്ഡേ വിഷസ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രശ്മി അരുണിൻ്റെ സിസ്റ്റർ മകളായ രക്ഷിത മോളുടെ ബർത്ത്ഡേ മാർച്ച് 21-നും ജിഷ ശ്യാമിൻ്റെ ബർത്ത്ഡേ മാർച്ച് 23-നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രക്ഷിത മോളുടെ ബർത്ത്ഡേ ലേറ്റ് ആയിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നമുക്ക് പിന്നീടുള്ള വീഡിയോസിനകത്ത് അന്നത്തെ വീഡിയോസിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റാഞ്ഞത്. കാരണം ഓൾറെഡി നമ്മൾ വീഡിയോസൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ രക്ഷിത, ജിഷ ശ്യാം. 2 പേരും ഒരുപാട് നാളിങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ദീർഘായുസ് നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ആ മോക്ക് എൻ്റെ ഒരു ചക്കര ഉമ്മയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ, സീ യു.